ജാനകി എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. വീട് മുഴുവൻ തപ്പി എന്നിട്ടും കാണുന്നില്ല. ദേവനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് പാവത്തിനിപ്പം നല്ല വിഷമം കാണും. സമാധാനിപ്പിക്കണ പോലെ പയ്യ അടുത്തുകൂടുക. സങ്കടപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ വലയിലാക്കാൻ എളുപ്പല്ലേ? അതിനുള്ള ബ്രഹ്മാസ്ത്രം എന്റെ ഉണ്ട്. നീ എവിടെയാ ജാനകി? ഇവളെവിടെ പോയി? ചിലപ്പോ മുറ്റത്ത് കാണാൻ വഴിയുണ്ട്, നോക്കിയേക്കാം. ഇവിടെ ഉണ്ടല്ലോ ആള്. ജാനകി ഇവിടെ നിക്കാണ്. ഞാൻ വീട് മുഴുവൻ നിന്നെ തപ്പി നടക്കുക. എന്തിന്? അല്ല, നിനക്ക് വല്യമ്മയുടെ സംസാരം വിഷമായി കാണുന്ന എനിക്കറിയാം. പക്ഷെ നീ പറഞ്ഞതാ അതിന്റെ ശരി. ദേവനും വൈദേഹിയെ ഒന്നിച്ച് ജീവിക്കണ്ട. നിന്നോടങ്ങനെ സംസാരിച്ചു തന്നെ തെറ്റല്ലേ? എന്താല്ലേ, താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാന്നൊക്കെ വെച്ചാ അത് വെറും തെറ്റല്ല, ഒരു ഒന്നൊന്നര തെറ്റാ. സാരമില്ല, അതെല്ലാം കഴിഞ്ഞില്ലേ, വിട്ടുകളഞ്ഞേക്ക്. അതെങ്ങനെ അങ്ങനെ വിട്ടുകളയാ? വല്യമ്മ അത് എത്ര പെട്ടെന്ന് അങ്ങ് വിട്ടുകളയെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തിക്കാനാ നോക്ക്. എന്നാലും വല്യമ്മ ഇനി ഈ കല്യാണത്തെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാതിരിക്കണമെങ്കിൽ എന്റെ അടുത്ത് ഒരു നല്ല പ്ലാൻ ഉണ്ട്, പറയട്ടെ? എന്താ? ഒരു സന്യാസിക്ക് സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ഫലം നല്ലതാവുമ്പോ ഏത് സന്യാസിക്കും ഉപദേശിക്കാം, അതിൽ തെറ്റില്ല. കാര്യം എന്താന്നൊന്ന് പെട്ടെന്ന് പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം, അതുകൊണ്ടല്ലേ ദേവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. എന്നാ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ? പിന്നീട് ഒരിക്കലും വല്യമ്മയോ ദേവനോ നിന്നെ ശല്യം ചെയ്യയില്ല. എന്തു പറയുന്നു? ശിവനേ, ശിവനേ, എന്തിനെന്നെ തല്ലിയേ? സന്യാസിയുടെ വേഷിട്ടിരിക്കുന്നോണ്ട് ഈ ഒരൊറ്റ അടി കൊണ്ട് വെറുതെ വിടുന്നു. അല്ലായിരുന്നെങ്കിൽ വലിച്ചു കീറിയാണ് ഞാൻ. ഇതെന്താ ഇങ്ങനെ നിഷ്പ്രയാസം വീഴുന്നല്ല കരുതിയത്? ചെപ്പക്കുറ്റി അടിച്ച് പൊളിച്ചു കളഞ്ഞല്ലോ. നീ എപ്പോഴാ വന്നത്? നിന്നെ കാലം കൊണ്ടുപോവാൻ നേരത്ത്. എന്റെ കാലാ, 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 കാലാ. നീയും കൂടി എന്നെ തല്ലി എന്തിനാ? തല്ലുമല്ല കൊല്ലുവാ വേണ്ടത്. ഈ ജാനകിയെ ദേവൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ദേവന് രാജപദവി നഷ്ടപ്പെടും, നിനക്കത് കിട്ടുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ ജാനകി അനന്തരവളായോണ്ട് കല്യാണം കഴിച്ച പകുതി സ്വത്ത് കിട്ടുമെന്നും പറഞ്ഞല്ലേ നീ നമ്പറും കൊണ്ട് ചെന്നത്. ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിന്റെ കുഴി നീ തന്നെ തോണ്ടിക്കും. ഊർമിളേ, അയ്യേ, ഉത്തരത്തിൽ ഇരുന്നതും കിട്ടിയില്ല, കക്ഷത്തിരുന്നതും പോയല്ല. ഊർമിളേ, 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 ഊർമിളേ. എന്തു പറ്റി അമ്മേ? അമ്മയുടെ മുഖത്തൊരു വല്ലായ്മയുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. എന്റെ ആഗ്രഹം നടക്കുമെന്ന് തോന്നുന്നില്ല. മാളവികയായിട്ട് കല്യാണം തീരുമാനിച്ചപ്പോ ദേവൻ അത് സമ്മതിച്ചില്ല. ഒരു വിധത്തിൽ അത് നടക്കാത്തത് നന്നായി. ഇപ്പൊ ദേവൻ സമ്മതാണെന്ന് പറഞ്ഞപ്പോ ജാനകി പറയുന്നത് കേട്ടില്ലേ? ദേവൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സമ്മതിപ്പിക്കാൻ പാടായിരിക്കും. ജാനകിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നിഷ്പ്രയാസം സാധിക്കും. ഇപ്പൊ അതാ ഇതിനേക്കാളും പാടെന്ന് തോന്നിപ്പോവാ. ഭക്ഷണം കഴിക്കുമ്പോ അവൾ എഴുന്നേറ്റ് പോയത് നീ കണ്ടില്ലേ? എന്നാലും ഇതെന്ത് കഥയാ? ദൈവം വൈദേഹിയുടെ കൂടെ ജീവിക്കണമെന്ന് അവള് വാശി പിടിക്കുന്നത്. ഈ ഒരു പോയിന്റ് എനിക്കും മനസ്സിലാവുന്നില്ല അമ്മേ. പോട്ടെ, ദേവൻ അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചാ ഒത്തിരി ഇഷ്ടമാണ് താനും. ചെറുപ്പത്തിൽ അവൻ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ട്. അവനൊരു ആപത്തുണ്ടായ ജീവൻ കളഞ്ഞ് അവനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും.
അവൾ അത്രയേറെ സ്നേഹിക്കുന്ന വ്യക്തിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ എന്തിനാ അവളത് വേണ്ടെന്ന് വെക്കുന്നെ? ഈ ജാനകിക്ക് വട്ടല്ലാണ്ട് എന്താ? എന്തൊക്കെയാന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അമ്മേ. എന്ത്? സ്നേഹമാണ് അഖിലസാരം. ആ സ്നേഹമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ജാനകിക്ക് ദേവനോടുള്ള സ്നേഹക്കൂടുതലിന്റെ ഫലമാണിത്. അതുകൊണ്ടാ ദേവനെയും വൈദേഹിയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടം പോലും അവള് വേണ്ടെന്ന് വെക്കുന്നത്. ഒന്ന് ഊർമിള എവിടുന്ന്. കളഞ്ഞിട്ട് പോയ ആ വൈദേഹിക്ക് വേണ്ടി എന്തിനു ത്യാഗം ചെയ്യണം? അത് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണല്ലോ ഇപ്പൊ ദേവൻ പോലും വൈദേഹി മറന്ന് ജാനകിയെ കല്യാണം കഴിക്കാൻ സമ്മതം പറഞ്ഞത്. ഈ പ്രാന്തിക്കത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എങ്ങനെയെങ്കിലും ജാനകിയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണം. ഞാനൊരു ഐഡിയ പറയട്ടെ അമ്മേ. എന്താ പെട്ടെന്ന് പറ. ഇതൊക്കെയാണ് കാര്യങ്ങള്. അവൾ ഉറപ്പായിട്ട് സമ്മതിക്കും. എന്നാ പിന്നെ നാളെ കാലത്ത് തന്നെ ഇത് ചെയ്യാം. എങ്ങനെ സമ്മതിക്കില്ലെന്ന് ഞാനൊന്ന് കാണട്ടെ. കിട്ടിയതൊന്നും മതിയായില്ലല്ലേ? എന്നാ ഞാൻ ഒന്നുകൂടി തരാം. നീ അടിച്ചോന്നേ, നിന്റെ ശീലമല്ലേ അത്. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ജാനകിയും ദേവനും തമ്മിലുള്ള കല്യാണം നടന്നാ എനിക്ക് രാജപദവി കിട്ടുന്നല്ലേ നീ പറഞ്ഞത്? ജാനകി ദേ കല്യാണത്തിന് പോലും സമ്മതിക്കണില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യ? ഇതിപ്പോ നിന്നോട് ഞാൻ എന്താന്നാ പറയാ? ആ, ഒരാള് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി വന്നിട്ട് സ്വാദ് പോലും നോക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതൊന്നും കാശിന് കൊള്ളില്ലെന്ന് പറഞ്ഞാ എങ്ങനെയുണ്ടാവും? അത് ഭ്രാന്താവും. ആണല്ലേ? നിന്റെ ചോദ്യം കേട്ട് എനിക്കും ഇപ്പൊ ഭ്രാന്താവുന്നു. പ്ലാൻ ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ആവും നോക്കട്ടെ. അത് കഴിയുന്നവരെ ഇപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയൊക്കെ നടന്നിട്ടും എന്നോടുള്ള മോഹം മാറിയിട്ടില്ല. അത് മതി എനിക്ക്. എന്താ ഇനിയും അവളെ കാണാത്തെ? സമയവും സ്ഥലവും കൃത്യമായിട്ട് പറഞ്ഞായിരുന്നോ? അത് പറഞ്ഞിട്ടുണ്ട് മാഡം. ദേ താ വരുന്നു. ചേച്ചി വരുന്നുണ്ടല്ലോ. മാഡം ദേവ് വരണുണ്ട്. ആ കാര്യം കൂടി ഒന്ന് ചോദിച്ചേക്കാം മാഡം. ചോദിച്ചോളാം, ഇങ്ങി വരട്ടെ. എന്താ മാഡം, എന്താ എന്നെ പെട്ടെന്ന് വിളിപ്പിച്ച്? ചേച്ചി മാധുരി മോളെ. മാഡം, മാധുരിയെ കൊണ്ടുവന്ന എന്തിനാ? അവളെ വിട്ടയക്കാൻ പോവാ? താങ്ക്സ് മാഡം. മാഡത്തിന്റെ നല്ല മനസ്സാന്ന് എനിക്ക് എപ്പോഴും അറിയായിരുന്നു. മാധുരി. ഏയ് നിക്ക്. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. കഴിഞ്ഞ ദിവസം ആരെയോ വിളിച്ചോണ്ട് വന്ന് ഞങ്ങളെ ചെറുക്കനെ തല്ലിച്ചില്ലേ നീ? അത്രയ്ക്ക് ധൈര്യമായോടി നിനക്ക്? അയ്യോ അല്ല മാഡം, ഇവനാ എന്റെ ഫ്രണ്ടിനെ കത്തികൊണ്ട് കൊല്ലാൻ നോക്കി. അത് എന്നെ പിടിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് മാഡം. മതി, നിർത്തടാ. നോക്ക്, ഇനി മേലിൽ നിന്റെ ആ ഫ്രണ്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നോക്കിയാ കൊന്നുകളയൊന്ന് പറഞ്ഞേക്ക്. നിന്നെയല്ല, അവനെ കൊന്നുകളയും. എന്നാ ശരി, കാര്യത്തിലേക്ക് കടക്കാം. നിനക്ക് വൈദേഹി അറിയാന്ന് പറഞ്ഞല്ലോ. വൈദേഹി? ഏത് വൈദേഹി മാഡം? ഏയ്, എന്റെ അടുത്ത് വേണ്ട നിന്റെ നാടകം. നിന്റെ അനുജത്തി എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട്.
മാധുരി വൈദേഹിയെ കുറിച്ച് എന്തിനാ പറഞ്ഞേ? അതെ ചേച്ചി, ചേച്ചി ഒരു വൈദേഹിയെ കുറിച്ച് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് എപ്പോഴും പറയാറില്ലേ, ആ വൈദേഹിയെ കുറിച്ചാ ഞാൻ പറഞ്ഞ. ഓ ആ എവിടെ ഉണ്ടാവും എന്നോട് ചോദിച്ചപ്പോ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. സത്യമായിട്ട് അവരാരാന്ന് എനിക്കറിയില്ലോ. മാധുരി ജാനകിയാണ് വൈദേഹി എന്ന് പറഞ്ഞില്ലല്ലോ. വൈദേഹിയുടെ പേരിൽ ഒരു കഥയുണ്ടാക്കി ഇവള് പുറത്തിറങ്ങിയത് എന്നെ കാണാൻ വേണ്ടിയായിരുന്നല്ലേ? ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. ഏത് വൈദേഹിയായാലും ആ വൈദേഹിയെ നീ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. വൈദേഹിയുടെ പേരിൽ എനിക്ക് 2-3 ഫ്രണ്ട്സ് ഉണ്ടല്ലോ മാഡം. അല്ല മാഡം, മാഡം ഏത് വൈദേഹിയെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്? കൊട്ടാരം വീടുമായിട്ട് അത്ര അടുപ്പമുള്ള നിനക്ക് അയാളുടെ അനന്തരവള് വൈദേഹി ആരാന്നറിയില്ലേ? ഇപ്പൊ അവൾ എവിടെയാണെന്നുള്ളത് മറ്റാർക്കും അറിയില്ല. നിനക്ക് മാത്രം അറിയാവുന്ന രഹസ്യം അത്. വൈദേഹിയെ നീ എന്റെ അടുത്ത് പിടിച്ചോണ്ട് വരണം. സത്യമായിട്ടും എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല മാഡം. ഏയ്, എന്റെ അടുത്ത് വേണ്ട നിന്റെ ഈ തരികിട. നിന്റെ അനുജത്തിയെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ വൈദേഹിയെ നീ എന്റെ അടുത്ത് കൊണ്ടുവരണം. അല്ലെങ്കിൽ നീ വിവരം അറിയും. മാഡം, അവനാണാ പറഞ്ഞത്. അവനാണ് എന്നെ അടിച്ചോ മാഡം. എന്താടി, നിന്നോട് തനിച്ചു വരാനല്ലേ പറഞ്ഞത്? എന്തിനാ റൗഡിയെ കൂടെ കൂട്ടിയെ? അയ്യോ ഇല്ല മാഡം, എനിക്ക് ഒന്നും അറിയില്ല. അയാൾ ഇവിടേക്ക് ഞാൻ വിളിച്ചിട്ട് വരുന്നൊന്നും അല്ല മാഡം. ഈ കാര്യങ്ങൾ വല്ലതും അവൻ അറിഞ്ഞെന്നിരിക്കട്ടെ, പിന്നെ നിന്റെ അനിയത്തിയെ നീ കാണില്ല. എത്രയും പെട്ടെന്ന് വൈദേഹിയെ കൊണ്ടുവന്നിട്ട് നിന്റെ അനിയത്തിയെ കൊണ്ടുവന്ന് നോക്ക്. ഡാ, വണ്ടി മുമ്പോട്ടെടുക്ക. മാധുരി ചേച്ചി, മാധുരി, ചേച്ചി, 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 ചേച്ചി. ആരാത്? നിന്റെ അനിയത്തിയല്ലേ പിടിച്ചോണ്ട് പോയത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതെന്റെ ചെറിയമ്മയാ. അമ്പലത്തിലെ ഉത്സവത്തിന് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയതാ. പിന്നെന്താ അവള് ചേച്ചിന്ന് വിളിച്ച് കരഞ്ഞത്? അത് ഞാനെന്ന് പറഞ്ഞ എന്റെ അനിയത്തിക്ക് അത്ര ഇഷ്ടവാ. എന്നെ പിരിഞ്ഞു പോവാനുള്ള വിഷമം കൊണ്ടാ, അതുകൊണ്ട് കരഞ്ഞെന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ വീണ്ടും ഇങ്ങനെ അവിചാരിതമായി കണ്ടുമുട്ടിയില്ലേ? ഇതിനെക്കുറിച്ച് നീ എന്ത് പറയുന്നു? ഇപ്പൊ ഞാനൊന്നും പറയാനുള്ള അവസ്ഥയിലല്ല. നമുക്കൊരു കോഫി കുടിച്ചോണ്ട് സംസാരിച്ചാ? കോഫിയോ? കേറ് വേഗം. ഇതുവരെ ഇവരെ കാണുന്നില്ലല്ലോ അമ്മേ. ദേ നോക്കിക്കേ, അവര് വന്നല്ലോ. നമസ്കാരം. 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 വരൂ വരൂ, ഇരിക്കും. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ? അമ്മയ്ക്ക് ഇവരെ ഇഷ്ടായോ? ഒരു മിനിറ്റ് ഇരിക്കണേ, ഞാൻ മോളെ വിളിച്ചിട്ട് വരാം. മോളെ ജാനകി, ജാനകി. മോള് ചെന്നിട്ട് ഇവർക്കൊരു കാപ്പി എടുത്തു കൊടുക്ക. പെട്ടെന്ന് ചെല്ലു മോളെ. കൊടുക്കുമോളെ.
മോളെ കാണാൻ കൊള്ളാല്ലേ? ആ നല്ല കുട്ടി. എവിടേക്കാ? അവിടെ ഇരിക്കേ ഇരിക്കേ. ഞാൻ എന്തിനാ അമ്മ ഇവിടെ? നീ എവിടെ ഇരുന്നേ പറയാം. ഇരിക്കേ ഇരിക്കും മോളെ. നീ മോനെ ശരിക്കും നോക്കിക്കോ. എന്നെയല്ല, നീ അങ്ങോട്ട് നോക്ക്. അമ്മ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ ജാനകി ഒന്നും അറിയാത്ത ഭാവത്തിൽ സംസാരിക്കുന്നു? പെണ്ണിന് ചെറുക്കനെ കാണിച്ചു കൊടുക്കുന്നു, ചെറുക്കന് പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്നു. പെണ്ണ് കാണാൻ വന്നേന്ന് നിന്നോട് പറഞ്ഞില്ലായിരുന്നു? പെണ്ണ് കാണല്ലോ. ഊർമിളേച്ചി എന്തൊക്കെയാ പറയുന്നേ? പിന്നല്ലാതെന്താ, നിന്നോട് ഞാൻ ദേവനെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ വൈദേഹിയെ ചതിക്കാൻ നിനക്ക് മനസ്സില്ല എന്നല്ല നീ എന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ മറ്റാരെങ്കിലും കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചയക്കണ്ടേ? ഡേവിഡിനെ വേണ്ടെന്ന് പറഞ്ഞെന്ന് കരുതി മറ്റൊരാളെ കണ്ടെത്തി ഞാൻ അമ്മയോട് പറഞ്ഞോ? പിന്നല്ലാതെ എന്ത് ചെയ്യും? എന്റെ അനന്തരവളെ കല്യാണം കഴിപ്പിച്ചയക്കേണ്ടത് എന്റെ കൂടി കടമയല്ലേ? അതിനെനിക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞോ? അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് എന്റെ അടുത്ത് വരരുത് കേട്ടോ. മോൾക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നുമല്ല. കാര്യം അറിയിക്കാത്തോണ്ടുള്ള മടിയാ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ജാനകിയുടെ അനുവാദം ഇല്ലാതെയാണോ അമ്മ ഇവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അത് സത്യ. ഇങ്ങനെ താല്പര്യമില്ലാത്ത കല്യാണം കഴിപ്പിക്കണെന്തിനാ? എനിക്കൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ കഴിപ്പിച്ചു കൊടുത്തോ. എന്താ എന്ത് കഴിപ്പിച്ചു കൊടുക്കണമെന്നാ? കല്യാണക്കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് ആരും വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാനല്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഒന്നുകില് നീ ദേവനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കണം, അല്ലെങ്കിൽ ദേവൻ കെട്ടിത്തന്ന് ഈ താലി മാറ്റി ഈ കല്യാണത്തിനെങ്കിലും സമ്മതിച്ചേ പറ്റൂ. എന്താ, ഈ കുട്ടിക്ക് നേരത്തെ കല്യാണം കഴിഞ്ഞതാ? ചെറുപ്പത്തിൽ കെട്ടിയതാ? ചെറുപ്പത്തിലല്ലേ ചേച്ചി. ഇപ്പൊ കെട്ടിയതാണെങ്കിലും എനിക്കിവിടെ കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. താല്പര്യാന്നല്ലേ പറഞ്ഞത്? നിനക്കെന്തായാലും ദേവന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ താലി ഊരി മാറ്റിയിട്ട് ഈ കല്യാണത്തിന് സമ്മതിക്കു ജാനകി. വേണ്ട ഊർമിളേച്ചി. എന്നാ പിന്നെ ദേവനെ കല്യാണം കഴിക്കണമെങ്കിലും സമ്മതിക്ക. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല അമ്മേ. താലി ഊരി മാറ്റിയിട്ട് അവളെ ഈ കല്യാണത്തിന് സമ്മതിക്കും. എന്താ, അതങ്ങ് അഴിച്ചേക്ക്. ഊർമിളേടത്തി,
വാടദേവ, നീ കൃത്യസമയത്ത് എത്തിയല്ലോ. ജാനകിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാ മറ്റൊരു കല്യാണം നോക്കിയത്. മതി ഊർമിളെടുത്തി. നിങ്ങളെന്ത് മണ്ടത്തരെ കാണിക്കുന്നേ? ഇപ്പൊ ജാനകിയെ കല്യാണം കഴിച്ച് അയക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? നോക്കി നിൽക്കാതെ ഇറങ്ങി പോവാൻ നോക്ക്. ബ്രോ, എനിക്ക് പെണ്ണിനെ ഇഷ്ടമായി. സ്ത്രീധനമൊന്നും വേണ്ട, ഞാൻ കല്യാണം കഴിച്ചോളാം. നിനക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇറങ്ങി പൊയ്ക്കണം. ഇനി നിന്ന കൈയും കാലും തല്ലി ഓടിക്കും ഞാൻ. ഇറങ്ങി പോടാ.